നമുക്കിനി തിരുവനന്തപുരത്തേക്ക് കൂടെ ഒന്ന് വളരെ പെട്ടെന്ന് പോകാം. അവിടെ ആശ്വാസകരമായ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടാകുമോ നോക്കാം. പ്രത്യേകിച്ച് ഈ വേനലിൽ കൂടുതൽ മഴ ലഭിക്കുമോ, വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടോ, എന്താണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. പിന്നീട് ആശമാരുടെ സമരം അത് ഒത്തുതീർപ്പാകാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, എന്താണ് ഈ സമരത്തിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. ജിൽസി, ഗുഡ് മോർണിംഗ്. ഷിജോ, നമുക്ക് ആദ്യം പ്രേക്ഷകർക്ക് ആശ്വാസകരമാകുന്ന ചില കാലാവസ്ഥാ വാർത്തകളിൽ നിന്ന് തുടങ്ങിയാലോ? ജിൽസി, ഈ ആശമാരുടെ കാര്യത്തിൽ ആശ്വാസമില്ലെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ചൂടിന് വലിയൊരു ആശ്വാസം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ രാവിലെയും രാത്രിയിലും ഉച്ചയ്ക്കുമൊക്കെ അസഹനീയമായ ചൂടാണ് സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടിരുന്നത്. UV കിരണങ്ങളുടെ തോത് മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. കുളിച്ചിറങ്ങിയാൽ പോലും പിന്നീട് വേർത്ത് ഒഴുകി കുളിക്കുന്നൊരവസ്ഥയിലേക്കടക്കം നാം ഓരോരുത്തരും പോകുന്ന ഒരു സാഹചര്യവും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ചെറിയൊരു ആശ്വാസത്തിലേക്ക്, അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില മാറി ചെറിയൊരു തണുപ്പിലേക്കൊക്കെ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ നല്ല ശക്തിയായിട്ട് ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട, രാവിലെ തന്നെ പറയേണ്ട ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ കാര്യമായിട്ടുള്ള മഴ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിലും നഗരവ്യത്യാസമൊന്നുമില്ലാതെ നല്ല മഴയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്തത്. ഇന്നും മഴ തുടരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അങ്ങനെ നാളെ കൂടി കേരളത്തിൽ ഒറ്റപ്പെട്ട വ്യാപകമായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ളതാണ് നിലവിലെ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴയുണ്ടാകും. എന്തായാലും ചൂടിന് ചെറിയൊരു ആശ്വാസമായി വേനൽ മഴ പെയ്യുന്നത് എല്ലാ ആളുകൾക്കും വലിയ ആശ്വാസം തന്നെയാണ്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളടക്കം ജാഗ്രത പാലിക്കാനുമുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികൃതർ നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്, ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുന്നത് ആശ്വാസമാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഇടിമിന്നലും കാറ്റുമൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ആശമാരുടെ സമരം തുടരുകയാണ്. അതിപ്പോൾ നിരാഹാര സമരമായി വഴിമാറിയിട്ട് ഇന്നിപ്പോൾ 17ാം ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രിതല ചർച്ച, 3ാം വട്ട മന്ത്രിതല ചർച്ചയും പൂർത്തിയായിരുന്നു. അതിന് പിന്നാലെ മന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവരുടെ കാര്യങ്ങൾ പഠിക്കാൻ, ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലടക്കം വിശദമായി പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട്, വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റി നിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം സർക്കാർ ഇപ്പോൾ സമരം ചെയ്യുന്ന ആശമാരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് അവർ വഴങ്ങിയിട്ടില്ല. കാരണം മറ്റ് തൊഴിലാളി സംഘടനകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആശമാരുടെ സംഘടനയെ മാത്രം ചേർത്ത് നിർത്തി ചർച്ച ചെയ്യണം, അവർ ആവശ്യങ്ങൾ എത്രയും വേഗം അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മന്ത്രിതല ചർച്ച ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ആശങ്ക കൂടി അവർക്കുണ്ട്. കാരണം മന്ത്രിതല ചർച്ച വഴിമുട്ടിയിരിക്കുകയാണ്. അതിനകത്തൊരു അനിശ്ചിതത്വമുണ്ട്. സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനകത്ത് ആശമാരുടെ നിലപാട് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി വീണ്ടും സമരം ചെയ്യുന്ന ആശമാരുമായി മാത്രം ചർച്ച വേണം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ് അവരുടെ സമരം ചെയ്യുന്ന ആശമാരുടെ നിലപാട്. അപ്പോൾ ഇതിൻ്റെ ഭാവി എന്താകുമെന്നൊരു കാര്യത്തെക്കുറിച്ച് ഇനി ആശമാർക്ക് പോലും ഒരു ആശങ്ക ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ സമരം 55ാം ദിവസത്തിലാണ്. 17ാം ദിവസമാണ് അനിശ്ചിതകാല നിരാഹാര സമരം. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് KPCC നേതൃത്വത്തിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നും നാളെയുമായിട്ട് ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരനും ദീപാദാസ് മുൻഷിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നൊരു കാര്യമാണ് KPCC അറിയിച്ചിരിക്കുന്നത്. 11 മണിക്ക് തിരുവനന്തപുരത്തെ നെയ്യാറിലുള്ള രാജീവ് ഗാന്ധി സ്റ്റഡി സെൻ്ററിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു തദ്ദേശ മാനിഫെസ്റ്റോ, സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം, അങ്ങനെ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പരിശീലന പരിപാടി. വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10 പേർക്ക് വീതമാണ് ഇന്ന് നാളെയുമായിട്ട് പരിശീലനം നൽകുക. നിലവിൽ ഇതൊക്കെയാണ് ജിൽസി തിരുവനന്തപുരത്ത് നൽകാൻ കഴിയുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ.